എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 81 ശ്ലോകം 36 മുതൽ 41 വരെ 6 ശ്ലോകങ്ങൾ. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 81ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കുചേല ബ്രാഹ്മണന് ഭഗവാന്റെ കാരുണ്യത്തിനെ പറ്റി വിചാരിച്ച് സ്മരിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഒരു 4 പിടി അവില് യാചിച്ചത് കൊണ്ടു കൊടുത്തു ഭഗവാൻ. എത്ര തുച്ഛമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തു. അദ്ദേഹം അതിനെ ഏറ്റവും മഹത്തായിട്ട് പറഞ്ഞു പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് തന്നതോ സർവ സമ്പൽ സമൃദ്ധി തന്നിട്ട് ഒന്നുമില്ല എന്നുള്ള വീട്ടില് ഇരിക്കണം. ഒന്നും പോരാ കുചേലന് കൊടുത്തതെന്നാണ് അദ്ദേഹത്തിന്റെ. എന്തൊരു കാരുണ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനഃ ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന തൽപുരുഷ പ്രസംഗ. ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യം കണ്ടിട്ട് വീണ്ടും ഭക്തി അധികരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് കുചേലൻ. ഭഗവാന്റെ പാദസംബന്ധിയായ എനിക്ക് ഭഗവാനിൽ തന്നെ പ്രേമം, സഖ്യം, മൈത്രി, ദാസ്യം എന്നീ ഭാവം ജന്മജന്മാന്തരങ്ങളിലും ഉണ്ടാവണേ. ഐശ്വര്യം വേണമെന്ന് ഒട്ടും ആഗ്രഹമില്ല ഭഗവാന്. ഭഗവത് ഭക്തി ഉണ്ടായാൽ മാത്രം മതി. അതാണ് കുചേലൻ പ്രാർത്ഥിച്ചതിന്റെ സാരം. മഹാനുഭാവനും ഭക്തവാത്സല്യാദി ഗുണങ്ങളുടെ സ്ഥാനവുമായ ആ ഭഗവാനോട് തന്നെ വിശേഷ സംഘം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് ആ ഭഗവാന്റെ ഭക്തജനങ്ങളുടെ ചേർച്ചയും എപ്പോഴും ഉണ്ടാവണേ. ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതി ന സമർത്ഥ്യത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാതം ധനിനാം മദോത്ഭവം. ഭക്തിയുടെ ഫലമായ സമ്പത്ത് ധാരാളം ലഭിച്ചു. ആ ഭക്തി കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. ഇനിയും ഭക്തി ഉണ്ടാവണമെന്ന് എന്തിനാ പ്രാർത്ഥിക്കണേ എന്നാണെങ്കിൽ, സമസ്ത സമ്പത്തുകളുടെയും അധിപതിയായ ഭഗവാൻ തന്റെ ഭക്തന് രാജ്യത്തെയോ കളത്രപുത്രാദി സമ്പത്തുകളായോ ധനധാന്യാദി വിചിത്ര ഐശ്വര്യങ്ങളെയോ ഒന്നും നൽകില്ല. എന്തുകൊണ്ടെന്നാൽ അവ ഈ ധനം സുദൃഢമായിട്ടുള്ള പരമജ്ഞാനത്തെ ജനിപ്പിക്കില്ല എന്ന് തന്നെയല്ല, ധനം ധാരാളം ഉണ്ടായാൽ അഹങ്കാരം വർദ്ധിക്കും, ഒടുവിൽ അധപ്പതനം അനുഭവിക്കേണ്ടിയും വരും. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് താൻ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്ന ഭക്തന് ധനാദികളൊന്നും നൽകാതെ ഭക്തിയെ തന്നെ നൽകുള്ളൂ. ഭഗവാൻ എനിക്ക് ഇപ്പൊ ഈ സമ്പത്ത് നൽകിയത് എനിക്ക് ഭക്തി പോരാ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നാണ് കുചേലന്റെ വിചാരം. അതുകൊണ്ട് ഇങ്ങനെ സമ്പത്ത് എനിക്ക് തന്നതില് വല്ലാത്ത ദുഃഖമായി ശരിക്കും പറഞ്ഞ കുചേലൻ. എന്നിട്ട് അതുകൊണ്ടാണ് ഈ ഭക്തി തന്നെ തരണേ, എനിക്ക് സമ്പത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നത്. ഇത്തം വ്യവസിതോ ബുദ്ധ്യ ഭക്തോ ദേവ ജനാർദ്ദനെ വിഷയാഞ്ജായത്യക്ഷ്യൻ ഉപുജേനാദിലംബട. ശ്രീകൃഷ്ണ ഭഗവാനിൽ ഏറ്റവും ഭക്തിയോടുകൂടിയ ആ കുചേല ബ്രാഹ്മണൻ തന്റെ ബുദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ച് വിഷയസുഖങ്ങളെ മുഴുവനും ഉപേക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയവനായി. പക്ഷെ അപ്പൊ അദ്ദേഹം വിചാരിച്ചു പത്നിക്ക് അപ്പൊ ബുദ്ധിമുട്ടാവും അല്ലെ. ആ പത്നി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ പത്നിയുടെ ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് വിഷയത്തിലൊന്നും ഒരു താല്പര്യം, അതിലൊന്നും ഒരാസക്തി ഇല്ലാതെ ഉദാസീനനായിട്ട് അങ്ങോട്ട് ജീവിച്ചു. ഉള്ളില് മുഴുവൻ ഭഗവാന്റെ ഭക്തി മാത്രം. തസ്യ വൈ ദേവദേവസ്യ ഹരേർ യജ്ഞപദേ പ്രഭോ ബ്രാഹ്മണാ പ്രഭോ ദൈവം നദേഭ്യോ വിദ്യതേ പരം. ബ്രഹ്മാദി ദേവന്മാർക്കും ദേവനായും യാഗാദി സർവകർമ്മങ്ങളാൽ ആരാധ്യനായും ഇരിക്കുന്ന മഹാപ്രഭുവായ ഭഗവാൻ ബ്രാഹ്മണരെ ഏറ്റവും ആരാധ്യരായും ദൈവമായിട്ടും കരുതിയിരിക്കണം. അവരെക്കാൾ വേദ ഭഗവാന് ആരുമില്ല. ഏവം സ വിപ്രോ ഭഗവൽ സുഹൃത്തദ ദൃഷ്ട്വാ സ്വഭൃത്യൈ അജിതം പരാജിതം തത്യാനവേഗോൽഗ്രദിതാത്മബന്ധന തദ്ധാമലേഭേ
അചിരത സതാംഗതി. പ്രകാരം ഭഗവാന്റെ പരമസുഹൃത്തായ ആ ബ്രാഹ്മണൻ, ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്ത ഭഗവാൻ ഭക്തന്മാർക്ക് കീഴടങ്ങിയവനായി ഭവിക്കുന്നു എന്നുള്ള തത്വം അറിഞ്ഞിട്ട് ആ ഭഗവാന്റെ രൂപത്തെ തന്നെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഹൃദയഗ്രന്ഥി, അതായത് അഹങ്കാരബന്ധം വേറിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ ആ സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠം പ്രാപിച്ചു. അദ്ദേഹം സായുജ്യം പ്രാപിച്ചു ഭഗവാനെ. ഏതൽ ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാൽ വിമുച്യത്തെ. ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തിയെ സവിശേഷം പ്രതിപാദിക്കുന്ന ഈ പൃഥുഗോപാഖ്യാനം കേൾക്കുന്ന മനുഷ്യന് ഭഗവത് ഭക്തി ഉണ്ടാകുകയും തദ്വാര കർമ്മബന്ധത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുകയും ചെയ്യും എന്നതാണ് ഫലശ്രുതി കൂടി പറഞ്ഞ് ഈ കുചേലോപാഖ്യാനം ഉപസംഹരിക്കണം. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൃഥുഗോപാഖ്യാനം നാമ ഏകാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 81-ാമത്തെ അധ്യായം ഈ കുചേലോപാഖ്യാനം ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.